എന്താണ് കംഫർട്ട് സോൺ? നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാം? ജീവിതത്തിൽ നാം സ്വയം തയ്യാറാക്കുന്ന ഒരു തടവറയിൽ നമ്മുടെ ജീവിതം ഒതുക്കിയിടുന്ന അവസ്ഥയാണത്. കംഫർട്ട് സോണിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തികൾക്കും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കംഫർട്ട് സോണിലേക്ക് നമ്മെ ഒതുക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താൽക്കാലിക സുഖങ്ങളെ ഉപേക്ഷിക്കാനുള്ള മടി. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നാം ജീവിച്ച് അത് നമുക്ക് പരിചിതമാകും. മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി നമ്മളുടെ ജീവിത ചെലവുകൾ കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നാം പഠിക്കും. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുതരില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ജീവിതത്തിന്റെ ചിലവ് വർദ്ധിച്ചു വരികയാണ്. അവിടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾക്കില്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് ആ ജീവിതം നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതായത് സുഖക്കേടിന്റെ സുഖം എന്ന് പറയും. നമുക്ക് ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമുക്കൊരു പരിഗണന തരില്ലേ, ഒരു സ്നേഹം തരില്ലേ? പക്ഷെ എന്ന് കരുതി എന്നും ആ ആരോഗ്യ പ്രശ്നത്തിനകത്ത് അകപ്പെട്ടിരിക്കാനാണോ നാം ആഗ്രഹിക്കുന്നത്? ചിലരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കുട്ടികളുടെയൊക്കെ ദേഹത്ത് ചൊറിയും ചിരങ്ങുമൊക്കെയുള്ള സമയത്ത് അത് മാന്തി പുണ്ണാക്കുന്നത് കണ്ടിട്ടില്ലേ? നാം അവരെ വഴക്ക് പറയും. ചൊറിച്ചിലുള്ള ഭാഗത്ത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനും അവർക്ക് ഉള്ള ആ ഡിസീസ് കൂടുതൽ രൂക്ഷമാകാനും കാരണമാകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ഒരു ഇറിറ്റേഷൻ ഉള്ള ശരീരത്തിന്റെ ഭാഗത്ത് ചൊറിയുമ്പോൾ മാന്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, താൽക്കാലിക സുഖം. അതാണ് സുഖക്കേടിന്റെ സുഖം. ഇത് നമ്മളുടെ ജീവിതത്തിലും അറിയാതെ നാം ഒന്നും തന്നെ ദീർഘവീക്ഷണത്തിൽ ചിന്തിക്കാതെ നമ്മളുടെ താൽക്കാലിക സുഖത്തിന്റെ ചരട് മുറിക്കാൻ നാം മടി കാണിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് നമുക്ക് കംഫർട്ട് സോണിനെ ഭേദിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമത് നമ്മളെ കംഫർട്ട് സോണിലേക്ക് തളച്ചിടുന്നത് നമ്മളുടെ മനസ്സിന്റെ ഭയമാണ്. പുതുതായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു ഭയമാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം. നമ്മളൊരു കാര്യം പുതുതായി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുകിൽ അത് പരാജയപ്പെടും, അല്ലെങ്കിൽ അത് വിജയിക്കും. 50-50 ആണ് ചാൻസ്. 50% 50%ആണ് ചാൻസ്. ചിലപ്പോൾ പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ ഉടമയല്ലെങ്കിൽ നിങ്ങൾ പരാജയത്തിന്റെ സാധ്യതയിലേക്കായിരിക്കും കൂടുതലായിട്ട് നോക്കുക. അവിടെ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം കിട്ടില്ല. ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നാളെയും ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല. ഇന്ന് നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നടത്താനുള്ള വരുമാനം കിട്ടുന്നില്ലെങ്കിൽ നാളെയും നിങ്ങൾ ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നാൾക്ക് നാൾ നഷ്ടത്തിലേക്ക് പോവുകയാണ്. അത് പ്രശ്നത്തിലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ഒരു ധൈര്യം കാണിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ ഒരു വരുമാനത്തിന് പകരം പുതിയൊരു വരുമാനം കണ്ടെത്താനോ ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ സ്ട്രാറ്റജി മാറ്റാനോ നിങ്ങൾ തയ്യാറാകില്ല. കാരണം പരാജയപ്പെടുമോ എന്നുള്ള ഭയം കാരണം, നിലവിലുള്ള വരുമാനം കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം അത് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ തുടരുന്ന അവസ്ഥയിലേക്ക് പോകും. അത് നിങ്ങളെ ജീവിതത്തിന്റെ ഈ പറഞ്ഞ സ്വയം തയ്യാറാക്കുന്ന തടവറയിലെ തടവുകാരനാക്കി മാറ്റും. ഈ ഭയത്തിന്റെ കൂടെ തന്നെയുള്ളൊരു ഭയമാണ് മറ്റുള്ളവർ എന്തു പറയും, പരാജയപ്പെട്ടാൽ ആൾക്കാർ കളിയാക്കില്ലേ, കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത. പുതുതായി ഒരു കാര്യം നാം ചെയ്യുമ്പോൾ, ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ. നാം എന്ത് കാര്യം ചെയ്താലും നമ്മെ വിമർശിക്കാൻ കുറേ മനുഷ്യരുണ്ട്. അവരുടെ ഡ്യൂട്ടി വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ്. അവരത് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും. പൊതുവെ മനുഷ്യന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ചെയ്യുമ്പോൾ ആദ്യം അവഗണിക്കുക എന്നുള്ളൊരു കാര്യമാണ് സമൂഹം ചെയ്യുന്നത്. രണ്ടാമതാണ് പരിഹാസത്തിലേക്ക് വരുന്നത്. അവരുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ രണ്ടാമത് പരിഹാസമാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിമർശനമാണ്. അവിടെ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാക്സിമം സമൂഹം ശ്രമിക്കും. ഈ 3 സ്റ്റേജും അതിജീവിച്ചാൽ മാത്രമേ നാലാമത്തെ സ്റ്റേജായ അംഗീകാരത്തിന്റെ സ്റ്റേജിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിയൂ. അംഗീകാരത്തിന്റെ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ, വിജയത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് പുഞ്ചിരിക്കണമെങ്കിൽ
ഈ ആദ്യം പറഞ്ഞ 3 സ്റ്റെപ്പും കടന്നെങ്കിൽ മാത്രമേ ഈ 4ാമത്തെ സ്റ്റെപ്പിൽ എത്തൂ. ഈ ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആൾക്കാർ നമ്മളെ എതിർക്കില്ല. അല്ലെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത ജീവിതം എന്താണോ അതേ ജീവിതം അതേപോലെ തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ എതിർപ്പുകൾ വരില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാറ്റം കൊതിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉയരത്തിലേക്ക് കുതിച്ച് ചാടാൻ നിങ്ങളുടെ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ പദ്ധതികൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർപ്പിനെ ഭയക്കാതെ, മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കാതെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു തൻ്റെടം കാണിക്കുക, ഒരു തീരുമാനമെടുക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് കംഫർട്ട് സോണിനെ അതിജീവിക്കാനുള്ളൊരു മാർഗം. ജീവിതത്തിലെ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ള മനുഷ്യർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. പരാജയത്തെപ്പറ്റി ചിന്തിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരുടെയും നല്ല ഉണ്ണിയായിട്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും തന്നെ വന്ന ഒരു പരിഹാരവും ചെയ്തു തരാൻ വേണ്ടി പോകുന്നില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനുമുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഏത് ജീവിത സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ കാണാൻ പറ്റാതെ ഇരിക്കുന്നത്? ഏത് ചെറിയ താൽക്കാലിക സുഖങ്ങളാണ് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ഭേദിച്ചുകൊണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കംഫർട്ട് സോൺ എന്ന് പറയുന്ന അപകടകരമായ ഒരു മാനസിക അവസ്ഥയിൽ നിന്നും പുറത്തു വരാനും ജീവിതം നമുക്ക് കൂടുതൽ മനോഹരമാക്കി മാറ്റാൻ വേണ്ടിയും സാധിക്കും.